ജൂലൈ 14 ഞായറാഴ്ച. മാർക്കോസ് 6:7-13 വരെ വാക്യങ്ങൾ. ആധുനിക മിഷൻ പ്രവർത്തനങ്ങളുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം കാരി. ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം ബംഗാളിലെ പ്രശസ്തനാണ്. 1792 അദ്ദേഹം ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണികളിലൊന്ന് ഇതാണ്: ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിറ്റേ വർഷം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 7 വർഷമായിട്ടും ഒരു മതപരിവർത്തനവും കണ്ടില്ല. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ മകൻ പീറ്റർ വയറിളക്കം മൂലം മരിച്ചു. ഭാര്യയുടെ മാനസികാരോഗ്യം അതിവേഗം വഷളായി. ഇത് എനിക്ക് മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയാണ് എന്ന് കാരി എഴുതി. എന്നാൽ ഞാൻ ഇവിടെ ഉണ്ടെന്നതിൽ സന്തോഷിക്കുന്നു, കാരണം ദൈവം ഇവിടെയുണ്ട്. 1800 അദ്ദേഹം ആദ്യമായി ഒരാളെ സ്നാനപ്പെടുത്തി. പിന്നീട് 20 വർഷത്തിലേറെ ഡസൻ കണക്കിന് പ്രധാന ഇന്ത്യൻ ഭാഷകളിലേക്കും ഉപഭാഷകളിലേക്കും ബൈബിൾ വിവർത്തനം ചെയ്തു. പ്രാദേശിക മിഷണറിമാരെ പരിശീലിപ്പിക്കുന്നതിനായി സെറാംപൂർ കോളേജും സ്ഥാപിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും സുഖപ്പെടുത്താനും അയക്കുന്നത് നമുക്ക് കാണാം. അവൻ ശിഷ്യന്മാരെ ജോഡികളായിട്ടാണ് അയച്ചത്. ശിഷ്യന്മാർക്ക് ഈ ശുശ്രൂഷയിൽ കൂട്ടാളികളുണ്ടെങ്കിൽ അവർ കൂടുതൽ ഫലപ്രദരാകുമെന്ന് യേശു മനസ്സിലാക്കി. 2 തലകൾ ഒന്നിനേക്കാൾ മികച്ചതാണെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ. വാസ്തവത്തിലെ 2 പേര് മാത്രമല്ല, 2+1, അത് കർത്താവിൻ്റെ ആത്മാവും കൂടെയുണ്ട്. തൻ്റെ സ്വർഗാരോഹണ വേളയിൽ യേശു പറഞ്ഞത് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുവാനും പിന്നെ അന്ത്യകാലം വരെ താൻ അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുമാണ്. നാം ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവ് നമ്മോടൊപ്പമുണ്ടെന്ന് എപ്പോഴും ഓർക്കാം. യാത്രയിൽ ഒന്നും കൂടെ കൊണ്ടുപോകരുതെന്ന് യേശു അവരോട് പറഞ്ഞു. ഭക്ഷണമോ അധിക വസ്ത്രമോ പണമോ എടുക്കേണ്ടതില്ല. അവൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റുള്ളവരുടെ ഔദാര്യത്തെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറപ്പെടുന്നതിനാൽ വിഷമിക്കേണ്ട എന്ന് അവൻ പറയുന്നു. പകരം അവർ അവരുടെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദൈവത്തിൻ്റെ കരുതൽ ആവശ്യത്തിലധികം ഉണ്ടാകും. കർത്താവിൻ്റെ കൃപ മാത്രം മതി എന്ന് വിശുദ്ധ പൗലോസിനെ പോലെ അവർ ഓർക്കണം. ശിഷ്യന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. അതിശയകരമെന്ന് പറയട്ടെ, അവർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അവരും പിശാചുകളെ പുറത്താക്കുകയും ഒരു ഗുരുതരമായ രോഗം ബാധിച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. രോഗശാന്തിയും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനുമുള്ള കഴിവ് ഈ ശിഷ്യന്മാർക്ക് എങ്ങനെ ലഭിച്ചു? ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അവർ പഠിച്ചിട്ടില്ല. ലളിതമായ മത്സ്യത്തൊഴിലാളികളായിരുന്നു അവർ. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകാനും അവർക്ക് ആത്മീയ ഭക്ഷണം നൽകാനും യേശു അവരെ ശാക്തീകരിച്ചു.
സുവിശേഷം കേൾക്കുന്ന നാമും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടതാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളും അയക്കപ്പെടാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെ? ഒരുപക്ഷെ ഒരു വിദേശ രാജ്യത്തേക്ക്. എന്നാൽ അതിലും പ്രധാനമായി നമ്മുടെ അടുത്ത കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും ജോലിസ്ഥലത്തിലെ സഹപ്രവർത്തകർക്കും നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. വിദ്വേഷത്തിൻ്റെയോ വിഷാദത്തിൻ്റെ പിശാചുക്കളെ തുരത്താനും തകർന്ന ഹൃദയത്തെ സുഖപ്പെടുത്താനും തകർന്ന ബന്ധങ്ങൾ ഇണക്കുവാനും നമുക്ക് സാധിക്കും. എങ്ങനെ? ഒരു ഫിസിഷ്യനോ മനഃശാസ്ത്രജ്ഞനോ ഒക്കെ ആണെങ്കിൽ നല്ല കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു കഴിവും സഹായിക്കാനുള്ള മനസ്സും ഉണ്ടായാൽ മതി. അശുദ്ധാത്മാക്കളുടെ മേൽ യേശു അപ്പോസ്തലന്മാർക്ക് അധികാരം നൽകി. ഈ അധികാരം നമുക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരിലെ അശുദ്ധാത്മാക്കളെ നീക്കം ചെയ്യുന്നതിന് മുമ്പ് നമ്മിലെ അശുദ്ധാത്മാക്കളെ നീക്കം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണം. മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.